അരക്കപ്പാട്ട, 1 കപ്പ് അരിപ്പൊടി, പഴം, ശർക്കരപ്പാവ്, എള്ള്, തേങ്ങാക്കൊത്ത്, ഇത്രയധികം സാധനങ്ങൾ കൊണ്ടും ഒരു ഏലക്ക കൊണ്ടുമാണ് ഈ പരിപാടി നമ്മളിപ്പോൾ നടത്താൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതവിടെ തുടങ്ങി. അപ്പോൾ ഉണ്ണിയപ്പത്തിന് വേണ്ടിയിട്ട് നെയ്യിലേക്ക് അല്ലേ, 1 സ്പൂൺ നെയ്യിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും എള്ള്, അത്രയേ ഉള്ളൂ. അതിനൊന്ന് നമ്മൾ ആദ്യം വറുത്തെടുക്കാം. അപ്പം നമ്മുടെ എണ്ണയിൽ നന്നായിട്ട് തേങ്ങയും വെള്ളമൊക്കെ ഇങ്ങനെ പൊരിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് പൊരിച്ച് ബ്രൗൺ കളർ ആകുന്നവരെ ഇതിങ്ങനെ പൊരിയണം കേട്ടോ. അപ്പം അതിനുശേഷം നമുക്ക് നോക്കാം ഇതെന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ കാര്യത്തിലേക്ക് കിടക്കണം. അതായത് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാർ, അതിനകത്തേക്ക് ഓരോന്നോരോന്നേ സാധനങ്ങളുടെ. അപ്പോൾ പറഞ്ഞോളൂ എന്തൊക്കെയാണെന്നുള്ളത്. 1 കപ്പ് അരിപ്പൊടി, ഓക്കെ, 1/2 കപ്പ് ആട്ട, വീറ്റ് ഫ്ലോർ, ഓക്കെ, വീറ്റ് ഫ്ലോർ എടുത്തു. പിന്നെ 1/4 കപ്പ് ശർക്കര സിറപ്പ്, എന്താ മലയാളത്തിൽ പറയാം, പനിയോ, ശർക്കര പാനി. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. അത് എന്തായാലും ഒരു തരി ഉണ്ടാവില്ല. പിന്നെ 1 പഴം, 1 ഏലക്കായ, പിന്നെ നമ്മൾ വറുത്ത് വെച്ച തേങ്ങയും എള്ളും കൂടിയിട്ട് എല്ലാം കൂടി ഇതിലിട്ട് കൊടുക്കുക. ഇത് അരയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്നെങ്കിൽ അരച്ചിട്ട് ലാസ്റ്റ് മുകളിൽ ഇട്ട് കൊടുത്താലും മതി, കടിക്കാൻ പാകത്തിന്. ഞാൻ ഇതിനെല്ലാം കൂടിയിട്ട് അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്യാണ്. ബ്ലെൻഡിങ് കഴിഞ്ഞിട്ട് വരാം. അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം മിക്സിയിൽ അടിച്ച് ബാറ്റർ, അതായത് മാവ് നന്നായി ശരിയായി വന്നിട്ടുണ്ട്. സോ അത് നമ്മൾ ഈ പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. ഇനി നമ്മൾ അപ്പച്ചട്ടിയിലേക്ക്, തിളച്ച മറിയുന്ന എണ്ണയിലേക്ക് ഇത് ഓരോന്നോരോന്നായി പൊരിച്ചെടുക്കും ഉണ്ണിയപ്പത്തിലേക്ക്. അപ്പൊ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് കിടക്കാവുന്നതാണ്. യെസ്, അപ്പോ ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള ഏകദേശം അവസ്ഥയിലേക്ക് എണ്ണ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിനകത്തേക്ക് ഒരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ. നമ്മൾ തയ്യാറാക്കി വെച്ച ഉണ്ണിയപ്പത്തിന് ആരും അപ്പച്ചട്ടി നോക്കിയിട്ട് പേടിക്കേണ്ട. അപ്പച്ചട്ടിക്ക് ഒരു പ്രശ്നമില്ല. നന്നായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. പവറിൽ കിട്ടണം. അത്ര എക്സ്പെർട്ട് അല്ലാത്തോണ്ടേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആവും. ഒഴിക്കുന്നത് എക്സ്പെർട്ട് ആണെന്ന് ആവശ്യമില്ല, കഴിക്കുമ്പോൾ എക്സ്പെർട്ട് ആയാൽ മതി. ഞാനും അതെ. അപ്പം നല്ല രസത്തിൽ അതിങ്ങനെ പൊരിഞ്ഞ് വരുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നല്ല രുചി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് ശരിയായി വരട്ടെ. മറിച്ചിട്ട് കൊടുക്കണം. മറിച്ചിട്ട് കൊടുക്കണം. കണ്ടില്ലേ ഞാൻ കഷ്ടപ്പെട്ട് കളിക്കണേ. ഇതിങ്ങനെ മറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ബ്രൗൺ ആവും, ഇല്ലെങ്കിൽ അത് കരിയില്ലേ. എന്താ ഞാൻ കാണിക്കണേ വിചാരിച്ചു. അതെ, ആരും ഇത് മറച്ചിടുന്ന പരിപാടി ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ലേ അല്ലേ? എനിക്ക് കുറച്ച് പേടിയുണ്ട്. സൗന്ദര്യബോധം കൂടുതലാണ്. സൗന്ദര്യബോധമല്ല, പൊള്ളിക്കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വേദന സഹിക്കണ്ടേ. പൊള്ളിക്കിടക്കാനോ? ഇത് തെറിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പൊള്ളില്ലേ. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല രസമല്ലേ കാണാനായിട്ട്, അതങ്ങനെ പൊരിഞ്ഞ് വരുന്നതാണായിട്ട്. അപ്പൊ എല്ലാവരും ഇതൊക്കെ ഒന്നിട്ട് ഇതിന്റെ റെസിപ്പി മാത്രം നോക്കി ഇത് കാണുന്നവരെല്ലാം തന്നെ ഇതിന്റെ ഒക്കെ എന്തായാലും ഇതേ അതുപോലെ തന്നെ ഫോളോ ചെയ്ത് നല്ലൊരു സംഭവം വൈകുന്നേരം എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടൊരു സാധനം ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. ഞങ്ങൾ ഉണ്ടാക്കുന്നതിനോട് പറയില്ല, എന്റെ ഭാര്യ ഉണ്ടാക്കുന്ന എല്ലാ സാധനവും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അല്ല, അത് അവർക്ക് മനസ്സിലാവും. അവർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവര് നോക്കിയിട്ട് ഇതിന്റെ റെസിപ്പി ഒക്കെ നോക്കി ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവും എന്താണ് അതിന്റെ ഗുണങ്ങള്. എന്ന് വെച്ചാൽ എല്ലാം നന്നാവാറൊന്നുമില്ല കേട്ടോ. പഠിച്ചു വരില്ലേ, പഠിച്ചുള്ള എക്സ്പെരിമെന്റുകൾ. അതായത് നമ്മളിങ്ങനെ നമ്മളതായിട്ടുള്ള ചില റെസിപ്പികൾ എപ്പോഴും ട്രൈ ചെയ്യാറുണ്ട്. ഓക്കെ, ഈ ഉണ്ണിയപ്പത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് അല്ലേ? നമ്മളതായിട്ടുള്ള ചില റെസിപ്പീസ് ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഷേപ്പ് ലേശം ഒന്ന്
അലമ്പായിട്ടുണ്ടോ എനിക്ക് സംശയം. എന്തായാലും നമ്മൾ വിൽക്കാൻ ഉപയോഗിക്കുന്നതല്ലോ, നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കുന്നതുകൊണ്ട് ഷേപ്പിലല്ലല്ലോ കാര്യം, ടേസ്റ്റിലാണ് കാര്യം. സോ നമുക്ക് ഇതൊന്നായി വരട്ടെ, എന്നിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്നും കൂടി നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിൻ്റെ എണ്ണയെ കുടിക്കുവാനായി നമ്മൾ ഒരു ചെറിയൊരു പാത്രത്തിൽ കുറച്ച് ടിഷ്യൂസ് വെച്ചിട്ടുണ്ട്. ഇത് നിർബന്ധമുള്ള ഒരു കാര്യമല്ല, ഇത് പുതുതലമുറയുടെ ചില പരിപാടികളാണ്. എന്നാൽ അധികം കൊളസ്ട്രോളും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഈ സാധനം ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ കണ്ടത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് അങ്ങനെ അധികം എണ്ണ കുടിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ യെസ്, നമ്മളെല്ലാ സാധനവും പറയുന്നത് ദിസ് ഈസ് ഓൾസോ എ ഹെൽത്തി വേർഷൻ ഓഫ് ഉണ്ണിയപ്പം. ഓക്കെ, അപ്പോൾ വേണ്ടവർക്ക് ഈ ടിഷ്യൂ പേപ്പർ വെച്ചുകൊണ്ട് അതിൻ്റെ എണ്ണ കുടിക്കാൻ വേണ്ടി ചെയ്യാം. ഓക്കെ, സോ ഉണ്ണിയപ്പം ഈസ് റെഡി. ഷേപ്പ് വേണ്ടവര് എക്സ്പേർട്ടുകൾക്ക് ഷേപ്പ് റെഡിയാവും. എനിക്ക് അങ്ങനെ ഷേപ്പ് ഒന്നും ഷേപ്പ് ഒരിക്കലും എന്താ പറയാ രൂപത്തിൽ നമ്മൾ ഒരിക്കലും എന്താ പറയാ ഒരു അവകാശവാദം ഉന്നയിക്കുന്നില്ല. രൂപത്തിൽ നമ്മൾ ഒരിക്കലും അവകാശവാദം ഉന്നയിക്കുന്നതല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ ഇത് ചെയ്യാവുന്നതാണ്. ബട്ട് വി ഗ്യാരണ്ടി ദ ടേസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ അവസാനത്തെ ഫോം ഇതാണ്, അതായത് രൂപം. ഓക്കെ, രൂപത്തിൽ ചെറിയ പോരായ്മകൾ ഉണ്ടെങ്കിൽ കൂടിയും ടേസ്റ്റിൽ കോംപ്രമൈസ് ഇല്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്നതായിരുന്നു ഇതിൻ്റെ രുചി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ ഒരു കാരണവശാലും മറക്കരുത്. സോ ഇനി വേറൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.